ഹലോ ഗായ്സ്, ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പെട്ടി ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഇച്ചാപ്പി മോളെ കാണാൻ വേണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാനും അപ്പും കൂടി പോയി നിന്ന്. മോളാണെങ്കിൽ ഗോവയിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രൊമോഷൻ വർക്കിന് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ കുറേ കാലത്ത് ഇങ്ങനെ ഫോണിൽ കൂടിയൊക്കെ സംസാരിക്കുന്നല്ലാണ്ട് ഞാൻ നേരിട്ട് ഇതുവരെ ചെപ്പി മോളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കങ്ങനെ കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം പറഞ്ഞപ്പം എന്നാൽ അമ്മ ടൗണിൽ തൃശ്ശൂർ വന്ന് നിൽക്കുക, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അപ്പൂനെയും കൂട്ടിയിട്ട് എനിക്ക് ചബിനെ കാണാനുള്ള ആഗ്രഹത്തിന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ട്രെയിൻ കുറച്ച് നേരം നിർത്തിയപ്പോഴത്തേക്കും ചപ്പിമോൾ ഓടി വന്ന് എനിക്ക് കുറേ ഗിഫ്റ്റുകൾ തന്നു. അപ്പോൾ അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് സർപ്രൈസായിട്ട് തന്നിട്ടുള്ളത് ഇതിനകത്ത് എന്താണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണുന്നത് ഒരു ചെറിയ ഉണ്ണിക്കണ്ണനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി. മറ്റേ നമ്മുടെ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന പൂജാമുറിയിലുള്ള എല്ലാ കൃഷ്ണന്മാർക്കും നീല കളറാണല്ലോ. അപ്പോൾ ഇതൊരു വെറൈറ്റി കളറായി. എന്തായാലും എൻ്റെ ഉണ്ണിക്കണ്ണനോട് കൂടി എൻ്റെ ഇച്ചാപ്പി മോൾ എൻ്റെ സ്വന്തം മോളായി വീട്ടിലേക്ക് ഇപ്പം എൻ്റെ അപ്പൂൻ്റെ വൈഫായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ചെറുതായി പടമൊക്കെ വരയ്ക്കുന്ന കാരണം എനിക്ക് കുറേ ബ്രഷുകൾ, കളറുകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ, വള, മാല, എന്താ ഞാനാകെ ഭയങ്കര ഞെട്ടിപ്പോയി. ഒരു ഭയങ്കര അത്ഭുതം പോലെയൊക്കെ തോന്നിപ്പോയി. കുറേ മാലകൾ, കമ്മലുകൾ, കൺമഷി, എന്തൊക്കെയാണ് മോള് കൊണ്ടുവന്നതെന്ന് ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ തന്നെ അതിൻ്റെ കൂടെ എനിക്കൊരു നീല കളറുള്ളൊരു പട്ട് സാരിയും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പട്ടുസാരി പോലത്തെ ഒരു കളറുള്ള സാരി എനിക്കുണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയായി, എനിക്ക് സന്തോഷമായി.